പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച 2 സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് സ്മാക്ഡൗണിലേക്ക് പുതിയ ടാഗ് ടീം വരുന്നതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് WWE ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫുട്ടേജിൽ ഏത് ടീമാണ് എന്നോ ആ ടീമിലെ ആളുകൾ ആരാണ് എന്നോ WWE വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചും PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചും TNA മുൻ ടാഗ് ടീം ചാമ്പ്യന്മാരൊക്കെ ആയിരുന്ന ഇമ്പാക്ട് റെസ്ലിംഗിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയിരുന്ന മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന് പറയുന്ന ടാഗ് ടീമാണ് സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഓൾറെഡി WWE കോൺട്രാക്റ്റ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപേ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ NXT ബ്രാൻഡിലേക്കായിരിക്കും മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന എക്കാലത്തെ മികച്ച ടാഗ് ടീമുകളിൽ ഒന്ന് പോകുക എന്നാണ് അന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. എന്നാൽ NXTയിലേക്ക് പോകാതെ ഇവരുടെ പ്ലാനുകൾ അവർ മാറ്റി മെയിൻ റോസ്റ്ററിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്മാക്ഡൗണിലെ അവരുടെ വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നത്. അപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് കൂടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ ആ പേര് വെളിപ്പെടുത്താൻ പോകുന്നതും അവരുടെ ഡെബ്യൂ സ്മാക്ഡൗൺ എന്ന ബ്ലൂ ബ്രാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്മാക്ഡൗണിലെ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള മറ്റൊരു പോയിന്റ് സൂപ്പർ താരമായ AJ സ്റ്റൈൽസിൻ്റെ തിരിച്ചുവരവും താരത്തിന് നേരിടേണ്ടി വന്ന ഇഞ്ചുറിയെ സംബന്ധിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് AJ സ്റ്റൈൽസിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. AJ സ്റ്റൈൽസ് ഫേസ് ക്യാരക്ടറായിട്ടാണ് തിരികെ വന്നിരിക്കുന്നത്. AJ സ്റ്റൈൽസിൻ്റെ ആ പ്രൊമോ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് കാർമെലോ ഹേസ് അങ്ങോട്ടേക്ക് വരികയും പിന്നീട് LA നൈറ്റ് ആ എൻട്രൻസ് സ്റ്റേജിൽ വന്നു നിന്ന് AJ സ്റ്റൈൽസും കാർമെലോ ഹേസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം അനൗൺസ് ചെയ്യുകയും മത്സരത്തിൽ AJ സ്റ്റൈൽസിനെ കാർമെലോ ഹേസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ ടൈറ്റിൽ ഷോട്ട്, അതായത് ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുക്കാമെന്നുള്ളതും LA നൈറ്റ് പറയുന്നുണ്ട്. തുടർന്ന് വന്ന സിംഗിൾസ് മത്സരത്തിൽ ഒരു ഹൈ റിസ്ക് മൂവ്, മിഡിൽ ഡ്രോപ്പിൽ നിന്നൊരു ഹൈ ഫ്ലൈയിങ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് AJ സ്റ്റൈൽസ് ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് വന്ന ചെറിയൊരു ഇഞ്ചുറി, ആ ഇഞ്ചുറിയെ തുടർന്ന് മത്സരം പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ടാണ് വന്നത്. അങ്ങനെ കാർമെലോ ഹേസ് മത്സരത്തിൽ വിജയിച്ചതായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് 2 വീഡിയോ ഫുട്ടേജുകൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് WWE പുറത്തേക്ക് വിട്ടു. അതിൽ ഒന്ന് ഡോക്ടേഴ്സ് AJ സ്റ്റൈൽസിൻ്റെ കാല് പരിശോധിക്കുന്നതാണ്. അതിനുശേഷം AJ സ്റ്റൈൽസ് ക്രച്ച് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലൂടെ പോകുന്നതും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഒരു വീഡിയോ ഫുട്ടേജിലൂടെ WWE പുറത്തേക്ക് വിട്ടു. അപ്പോൾ തിരികെ വന്ന് പഴയ ഒരു ക്യാരക്ടറിലേക്ക് വന്ന AJ സ്റ്റൈൽസ് നല്ല സ്റ്റോറി ലൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആദ്യ മത്സരത്തിൽ തന്നെ ഇഞ്ചുറി നേരിടേണ്ടി വന്നത്. അപ്പോൾ നിലവിൽ WWE പുറത്തേക്ക് വിടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് റിയൽ ഇഞ്ചുറി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീഡിയോസിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇഞ്ചുറിയുടെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി WWE പുറത്തേക്ക് വിടുമ്പോൾ ഇത് സ്റ്റോറി ലൈൻ ആണോ എന്നുള്ളതും ഒരു സംശയമുണ്ട്. പക്ഷേ വീഡിയോസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയതായി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആംഗിൾ ട്വിസ്റ്റായി പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.